Hey guys, welcome back to my YouTube channel and you're watching my channel Hey It's Babes. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ആലപ്പി വ്ളോഗാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇരുന്ന സമയത്ത് ഒന്ന് ആലപ്പുഴ ബീച്ചൊക്കെ വരെ പോയിട്ട് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ശരിക്കുമുള്ള പ്ലേസ് തിരുവല്ലയാണ്. സോ തിരുവല്ലയിൽ നിന്ന് ആലപ്പുഴ ബീച്ച് വരെ 35.9 കിലോമീറ്റർ സംതിങ് എന്തോ ഉണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലക്കാരാണ്. പത്തനംതിട്ട ജില്ലയുടെ ഏറ്റവും അടുത്ത് എടുക്കുന്ന ജില്ല എന്ന് പറയുന്നത് അത് ആലപ്പുഴയാണ്. സോ ഞങ്ങൾക്ക് ആലപ്പുഴ വരെ പോകാൻ അത്ര ടൈം എടുക്കാറില്ല. അപ്പോൾ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. അത്രയും സമയമൊക്കെ എടുക്കത്തുള്ളൂ. ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമിലാണ് ഇറങ്ങിയത്. കാരണം നമുക്ക് ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ട് സൺസെറ്റൊക്കെ കാണാമല്ലോ. സോ ആ സൂര്യൻ താഴുന്ന ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിച്ചേരാം, അങ്ങനത്തെ ഉള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോയത്. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആമ്പൽത്തോട്ടമാണ് കേട്ടോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിക്കൊണ്ടാന്ന് തോന്നുന്നു ആമ്പൽപ്പൂവൊക്കെ ഒരുമാതിരി വാടി നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് ആമ്പൽപ്പൂക്കളൊക്കെ ഉള്ള സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലമായിരിക്കും. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഒരു പാലത്തിൻ്റെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പം തന്നെ നമുക്ക് ഈ ഒരു ബോട്ട് പോകുന്ന ഷോട്ടൊക്കെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. പോകുന്ന വഴിക്ക് കുറച്ച് താറാക്കുട്ടന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ഓരോ പാലം കയറി പോകുമ്പോഴും ഓരോ ഡിഫറെൻറ്റ് തരത്തിലുള്ള കാഴ്ചകളായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പാടം, പിന്നെ കുറേ താറാവ് കൃഷിയൊക്കെ നടത്തുന്ന സ്ഥലം, പിന്നെ ഹൗസ് ബോട്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. ഏകദേശം ഒരു 4 മണി 4:30 ആയ സമയത്ത് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഷോട്ട്സൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ട്രൈപോഡും കൊണ്ടാണ് പോയത്. പക്ഷേ എനിക്ക് ആ ട്രൈപോഡ് യൂസ് ചെയ്യേണ്ടിയേ വന്നില്ല. നമ്മൾ ഈ 4 മണി 4:30 ആയ സമയത്ത് പോയപ്പോഴും അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും എന്ന്. അല്ല, പക്ഷെ നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന സമയത്ത് ഞാനിങ്ങനെ മെമ്മറീസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യും. അതേപോലെ ഞാൻ കുറച്ച് ചിപ്പി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചിപ്പി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്ന സമയത്ത് അവിടെ ഇങ്ങനെ ബബിൾസ്, അതായത് ഈ കാറ്റാടിയൊക്കെ ഉള്ള ബബിൾസ്, ഇതൊക്കെ ചെറുപ്പത്തിൽ വാങ്ങിക്കായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെ കൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങിയ സമയത്ത് അവിടെ ഇതുപോലെ 2 ചേട്ടന്മാരിരുന്നിട്ട് സാൻഡ് വെച്ചിട്ട് എന്തൊക്കെയോ ആർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൈം മാത്രമാണ് ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇറങ്ങിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അധികം നേരം അങ്ങനെ വെള്ളത്തിലൊന്നും നിന്നില്ല. കാരണം എനിക്ക് അലർജി ഉള്ളൊരു ടൈപ്പ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഈ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. ഇതൊരു വാർഷിപ്പാണ് കേട്ടോ. ഇന്ത്യൻ നേവീസിൻ്റെ T-81 എന്ന് പറഞ്ഞൊരു വാർഷിപ്പായിരുന്നു. ഇതെന്ന് പറയുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പഴയ കടൽപ്പാലമാണ് കേട്ടോ. ഏകദേശം 150 വർഷത്തോളം പഴക്കമുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ടൈമിലുള്ള പാലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് പാലമാണ്. അവിടെ ചെന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്താ ഇത് എന്ന്. പിന്നാണ് നമുക്കും മനസ്സിലായതൊരു പഴയ കടൽപ്പാലമാണെന്ന്. പിന്നെ അവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ട് ഇരുന്നതിന് ശേഷം നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. ബീച്ചിൽ പോയാൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സാധനമുള്ള ഐസ്ക്രീം. അങ്ങനെ നമ്മൾ രണ്ടുപേരും 2 ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിബ്ലിങ്, എൻ്റെ ബ്രദറാണ്. അപ്പോൾ ബ്രദറും ഞാനും കൂടെ 2 ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ അവിടുത്തെ ഒരു വൈകുന്നേരത്തെ കാഴ്ചകളുണ്ടല്ലോ അതിങ്ങനെ നൈസാണ് കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ 4 മണി 5 മണിയൊക്കെ ആകുന്ന സമയത്ത് ആ സൂര്യൻ താഴുന്ന സമയമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ പോയത് കുറച്ച് പൈൻ മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഇത് കായലും കടലും കൂടെ ചേരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ പോയിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ട് നീങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ എസ്തെറ്റിക് രീതിയിലുള്ള പിൻട്രസ്റ്റിലൊക്കെ ഞാൻ മാത്രം കാണുന്ന കുറച്ച് സ്കൈയും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരു വയലറ്റ് പർപ്പിൾ കളറിലുള്ള സ്കൈ ഒക്കെ കണ്ടു. നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആമ്പൂർ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ ആ ഹോട്ടലിൽ ആമ്പൂർ ബിരിയാണി ഇല്ലായിരുന്നു കേട്ടോ. തീർന്നു പോയി. അത് ക്ലോസ് ആക്കാറായിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മൾ കണ്ടൊരു പട്ടിക്കുട്ടാണ്. പിന്നെ നമ്മൾ ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ കീഴെ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ കയറി നമുക്ക് 2 പേർക്കും 2 പാർസൽ ബിരിയാണി വാങ്ങിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ട് വെക്കാമെന്ന് വിചാരിച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആലപ്പി ഡേ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നൊന്നും മാറിയിട്ടുണ്ട്. കാരണം എൻ്റെ ടേബിളിൽ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് മൊത്തം അലങ്കോലമായി കിടക്കുകയാണ്. സോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നിങ്ങൾ കാര്യം വെക്കരുത്.
ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് എൻജോയ്ഡ് മൈ ആലപ്പി വ്ളോഗ്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗും കൂടാണ് ആലപ്പുഴയിൽ പോയ വ്ളോഗ്. കാരണം ഭയങ്കര ഞാൻ ഒരുപാട് ചില്ല് ചെയ്തൊരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയൊരു ദിവസമായിരുന്നു ആലപ്പുഴയിൽ പോയിട്ടുള്ള ഒരു ഔട്ടിംഗ് ഡേ എന്ന് പറയുന്നത്. ഐ തിങ്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെയും അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെയും ബൈ.